ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വഅദിന് പോകുമ്പോൾ ഒരു മുസ്ലിയാരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പല ആളുകളും തമ്മിൽ തെറ്റാം. എന്താ കാരണം? സിഹ്ർ ചെയ്തു എന്നാ പറയുന്നത്. സിഹ്ർ ചെയ്തു എന്നാ പറയുന്നത്. അവിടെ തമ്മിൽ തെറ്റാണ്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റ്. മറ്റേ കുടുംബക്കാരൻ സിഹ്ർ ചെയ്തു എന്നാ അയാൾ പറയും. ഞാൻ ചോദിച്ചു, അങ്ങനെ സിഹ്ർ ചെയ്യുന്ന അയാൾ കണ്ടിനോ? അയാൾ അങ്ങനെ സിഹ്ർ ചെയ്യുന്നത് കണ്ടിനോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ സിഹ്ർ ചെയ്തു എന്ന് പറഞ്ഞത്? 2 ആഴ്ച മുമ്പ് എന്നൊരാൾ വിളിച്ച്, സാറേ സിഹ്ർ കൊണ്ടൊന്നും നടക്കുന്നില്ല, അത് നിങ്ങൾക്ക് സിഹ്ർ നിങ്ങൾ കണ്ടിനോ എന്ന് ചോദിച്ചു. ഇല്ല അറിയും. പിന്നെ നിങ്ങൾ ഇതിനാ സിഹ്ർ ഇട്ടെന്ന് വിശ്വസിക്കുന്നത്? നിങ്ങൾ കാണാത്ത നിങ്ങൾ ഇതിനാ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ പിന്നെ നിങ്ങളെ പ്രശ്നം പരിഹരിക്കൂല. കാരണം എന്താ? എനിക്കെന്തോ ഒരു സിഹ്ർ ഉണ്ട് എന്ന് വിചാരിച്ചാൽ പിന്നെ തലവേദന മാറുമോ, ഊരവേദന മാറുമോ, മേൽകൈ വേദന മാറുമോ, പ്രശ്നം തീരുമോ? മനുഷ്യൻ നല്ല മനക്കരുത്തോടെ നിൽക്കണ്ടേ? മനസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറാ. ഡ്രൈവർ പതറിയാ പിന്നെ വണ്ടി നേരെ പോവില്ല. മനസ്സിന് 4 മനക്കരുത്തുകളും എന്നാലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ സിഹ്ർ ഉണ്ടെന്ന് വിചാരിച്ച് നടന്നാൽ പിന്നെ അവന് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ സിഹ്ർ തന്നെ സംഗതിയില്ലേ? സംഗതി ഉണ്ട്, അതുകൊണ്ടല്ലേ ഹറാമായത്. അല്ലെ പിന്നെ അത് ഹറാമാവും. പാച്ച ഹറാമായത്. അങ്ങനെ സംഗതി ഉണ്ട്. പക്ഷേ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ, അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഒരു സിഹ്റുകാരനും ഒരു ചൂക്കും ചെയ്യാൻ കഴിയൂല. ഖുർആനാ. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ഇവിടെ നടക്കൂല. പിന്നെ ഇതിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, ഖുർആൻ ധാരാളം ഓതണം, അൽ ബഖറ ഓതണം, ലാ ഹൗല ചൊല്ലണം, അതുപോലുള്ള ദിക്റുകൾ ചൊല്ലണം, ഹദാദി ചൊല്ലണം, വിർദുൽ ലതീഫ് ചൊല്ലണം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നാ പിന്നെ ശൈത്താനിന് സ്വാധീനിക്കാൻ കഴിയൂല. ശൈത്താന് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല. അതിന് നമ്മൾ നന്നാകണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നിർബന്ധമാക്കിയതൊക്കെ ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുത്, മുത്തഅല്ലിമീങ്ങളെ ആദരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നല്ല കാര്യവും ചെയ്യണം. അങ്ങനെ നീ ശരിക്ക് തഖ്വയോടുകൂടെ ജീവിക്കുമ്പോ ഒരു സാഹിറിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്താൻ കഴിഞ്ഞാൽ തന്നെ അതാ അത് ബാത്തിലാകാനുള്ള വകുപ്പ് അല്ലാഹു ഉണ്ടാക്കി തരും. ഹബീബ് നബി തങ്ങൾക്ക് സിഹ്ർ ചെയ്തു, കടുകെടുത്ത സിഹ്റാണ്. പക്ഷേ നബി തങ്ങൾക്ക് ഒന്നും പറ്റിയില്ല. അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ പ്രവർത്തനത്തിലോ ദീനീ പ്രവർത്തനത്തിനോ ഒരു വിഘാതവും ഉണ്ടായില്ല. ചെറിയ ഒരസുഖം, അതെന്തേ? ഭാര്യമാരെ സമീപിക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാൽ, ഭാര്യയുടെ സമീപത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ക്ഷീണിച്ചു പോകുന്നു, തളർച്ച ബാധിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ രോഗം മാത്രം സംഭവിച്ചു. അത് ബാത്തിലാക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കിൽ വന്നിട്ട് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും പഠിപ്പിച്ചു കൊടുത്തു. സിഹ്ർ ചെയ്തത് ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുത്തു. അവിടെ പോയി ആ സിഹ്ർ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തു. ചീർപ്പിന്റെയും അതുപോലെ രോമത്തിന്റെയും ഉള്ളിൽ ചെയ്ത സിഹ്റായിരുന്നു. ആ കെട്ടുകളുള്ള സാധനം എടുത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ആയത്തും ഓതുമ്പോൾ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞു പോയി. സിഹ്റില്ലെന്ന് പറയണ്ട, പക്ഷേ അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. നല്ല മനക്കരുത്ത് വേണം നമുക്ക്. രണ്ടാമതായി പറയട്ടെ, ഞാൻ ചോദിച്ചു സിഹ്റുണ്ട് എന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ചെറുത്താൻ ഇളയിട്ട് ചെറുത്താൻ പറഞ്ഞതാന്ന്. എങ്ങനെ? അങ്ങനെയുണ്ട് ചില പരിപാടി. ചില പെണ്ണുങ്ങളെ കൂട്ടിയിട്ടുണ്ട് ചില കുത്തുബിയത്തുകാർ പുതുതായിട്ട് തുടങ്ങിയതാ. പഴയ കാലത്ത് അങ്ങനെ പെണ്ണുങ്ങളെ കൂട്ടി കുത്തുബിയത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ കുത്തുബിയത്ത് എല്ലിട്ട് ചെറുത്താനുള്ളുക. ശൈത്താൻ ഇളകുമ്പോ ചെറുത്താൻ എന്തെല്ലോ വിളിച്ചു പറഞ്ഞ് അതെല്ലാം ഈ മൊയ്യാരും വിശ്വസിച്ച് കൂടുള്ളവരും വിശ്വസിച്ച്. സുബ്ഹാനല്ലാഹ്, ശൈത്താൻ നബിയാ? ശൈത്താൻ മലക്കാ? ശൈത്താൻ ആലിമാ? ഈ ശൈത്താൻ പറയുന്നത് നേരാക്കാൻ പാടുള്ളൂ. കുടുംബത്തിനെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ ശൈത്താൻ പറയുള്ളൂ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ.
ശൈത്താൻ എപ്പോഴും ആളുകളെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ പറയാ. അപ്പൊ പറയും എന്റെ അമ്മായി സിഹർ ചെയ്തതാ, അല്ല എന്റെ ഉപ്പാന്റെ അനിയൻ സിഹർ ചെയ്താ, അല്ല എന്റെ നേരെ അപ്പുറത്തെ പുരക്കാരൻ സിഹർ ചെയ്തതാണ്, ഇപ്പുറത്തെ കടക്കാരൻ സിഹർ ചെയ്ത. ഈ ശൈത്താനാ ഇത് പറയുന്നത്. ഈ ശൈത്താൻ പറയുന്നത് ഇവൻ ആമന്നാ വസല്ലംന, അതിങ്ങനെ വിശ്വസിച്ചിട്ട് ആ അയൽവാസിനെ തെറ്റിദ്ധരിച്ച് കുടുംബക്കാരനുമായിട്ട് തെറ്റി അവന്റെ കല്യാണത്തിന് പോകുന്നില്ല, ഇവന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നില്ല. എന്തൊരു മുസീബത്ത് എന്നാ പറയേണ്ടത്, വിവരക്കേട്. ഓ മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമ്മൾ അങ്ങനെ കുടുംബബന്ധം മുറിക്കാൻ പാടില്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്ം. ഖുർആനാണ്, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ മുസ്ലിയാരെ സിഹിർ ഉണ്ടെങ്കിലോ, അതേ സിഹിർ ഉണ്ടാകാമെന്ന് വേണമെങ്കിൽ ലക്ഷണങ്ങളെ കൊണ്ട് പറയാം. ഒരു പക്ഷേ സിഹിർ ഉണ്ടാകാം എന്ന് പറയാം. സിഹിറുണ്ടെന്നുറപ്പിച്ച് പറയണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാതെ ഒരു മുസ്ലിയാർക്കും പറയാൻ പറ്റൂല. സിഹിറുണ്ടാകാം, ലക്ഷണങ്ങളെ കൊണ്ട് സിഹിറുണ്ടാകാമെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സാധ്യത പറയാം. അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായാലോ അതിനുള്ള ചികിത്സ പറഞ്ഞു കൊടുക്കാം, ആ ചികിത്സ ചെയ്യാം. സിഹിറുണ്ടെന്നുറപ്പിച്ച് പറയണമെങ്കിൽ കാണാതെ പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, സിഹിറെടുക്കുന്നൊരു മുസ്ലിയാര്, സിഹിറെടുക്കുന്നൊരു മുസ്ലിയാര് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ സിഹിറെടുക്കുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കൊണ്ടുവന്നു, അയാൾ സിഹിറെടുക്കാൻ പോയി, സിഹിറെടുത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്നെ ആ നാട്ടുകാരനായ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സിഹിറെടുക്കാൻ നടക്കുന്ന ഒരാളുണ്ടല്ലോ, ബിരുദധാരിയാണ്, അയാൾ എൻ്റെ നാട്ടിൽ വന്ന് ഇന്ന വീട്ടിൽ നിന്ന് സിഹിറെടുത്തു. എന്നിട്ടോ ഉസ്താദേ കഥ പറയണോ, അവിടെ CCTV ഉള്ള വിവരം മാമൂലിയാര് മനസ്സിലാക്കിയിട്ടില്ല. അയാൾ കൊണ്ടുപോയിട്ട് അത് ഇടുന്നത് CCTV പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില തട്ടിപ്പുകാരുണ്ട്, ആ തട്ടിപ്പിലും പെട്ടുപോകണ്ട. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സിഹിറില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സിഹിറുണ്ടെങ്കിൽ എടുത്തു നീക്കിക്കൂടാന്നല്ല ഞാൻ പറഞ്ഞത്. ഹബീബ് നബി തങ്ങൾക്ക് സിഹിർ ചെയ്തപ്പോൾ എടുത്തു നീക്കിയത് ബുഖാരിയിലുള്ളതാണല്ലോ. ഓ സുഹൃത്തുക്കൾ, മലക്കുകൾ കാണിച്ചു കൊടുത്തതാണ്. ഇരിക്കട്ടെ, സിഹിറുണ്ടെങ്കിൽ നീക്കിക്കളയാം. സിഹിറുണ്ടെങ്കിൽ നീക്കാൻ വേണ്ടിയുള്ള ആയത്തുകളും അതുപോലെ ദിക്റുകളും ഒക്കെ പറഞ്ഞു കൊടുക്കാം. അല്ലാഹുവിന്റെ അസ്മാകൾ പേരുകൊണ്ടുള്ള ചികിത്സ ചെയ്തു കൊടുക്കാം. അതിനൊന്നും യാതൊരു വിരോധവുമില്ല. സൂറത്തുൽ ബഖറ നിങ്ങൾ ഓദിക്കോ, നിങ്ങളെ വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ ഓദിക്കോ. ഒരു ബാത്തിലുകാരനും സൂറത്തുൽ ബഖറയെ നേരിടാൻ കഴിയൂല. അത്ര വലിയ കെൽപ്പുള്ള ശക്തിയുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. ഖുർആൻ കൊണ്ട് നമുക്ക് എന്തും നേരിടാം, ദിക്ർ കൊണ്ട് എന്തും നേരിടാം, അതുപോലെ അല്ലാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് എന്തും നേരിടാം. അതല്ലേ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേരിന്റെ മുമ്പിൽ ഈ ഒരു വസ്തുവിനും പിടിച്ചു നിൽക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ പേരുകളോടുകൂടെ ഒന്നും ശല്യം ചെയ്യൂല. അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദ്, ആ ഉസ്താദിന്റെ ഉസ്താദ് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ആ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവരുടെ ഉസ്താദ് കുഞ്ഞ് അഹ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദ, അവരുടെ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, അവരാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്. ആ ബദർ മൗലിദിന്റെ അവസാനം കണ്ടില്ലേ, തവസ്സൽന, എല്ലാവരും എഴുന്നേറ്റ് തവസ്സുൽ ബൈത്ത്, തവസ്സൽന ബിസ്മില്ലാഹി വബിൽ ഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അല്ലാഹുവിന്റെ പേര് കൊണ്ട് നമ്മൾ ഇതാ തവസ്സുലാക്കുന്നു. തവസ്സൽന ബിസ്മില്ലാഹ്. അല്ലാഹുവിന്റെ പേരിനോടൊന്നിനും നേരിടാൻ കഴിയൂല. ഇരുന്നോളൂ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അപ്പൊ സിഹിർ എന്ന് പറയുന്നത് അത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട ഗുരുതരമായ
അതേ പൊറുക്കപ്പെടാത്ത എന്ന് തന്നെ പറയാം. ഒരു നിലക്ക് വല്ലാത്ത ഗുരുതരമായ തെറ്റാണത്. മനുഷ്യന്റെ സർവ്വ നന്മയും നശിപ്പിക്കുന്ന തെറ്റാണത്. അങ്ങനെ പറഞ്ഞ ഒരു തെറ്റിന്റെ കൂട്ടത്തിലൊന്നാണ് അതാ ബദർ പോലുള്ള യുദ്ധം നടക്കുന്ന കാലത്ത് ആ യുദ്ധത്തിൽ വെച്ച് പിന്തിരിഞ്ഞോടുക, യുദ്ധം തിങ്ങിവെട്ടുന്ന സമയത്ത്. അതും അതുപോലെ തന്നെ വലിയ തെറ്റാണ്. പക്ഷേ അവിടെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശത്രുപക്ഷം ഇരട്ടിയിലധികവും ഈ പക്ഷം ഇരട്ടിയിൽ കുറവുമാണെങ്കിൽ അവർക്ക് അതാ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നതിന് വിരോധമില്ല. ശത്രുപക്ഷം ഇരട്ടിയിൽ കൂടുതലാണോ എന്നാൽ പിന്തിരിഞ്ഞോടുന്നതിന് വിരോധമില്ല. അത് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന ആശയമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നത് വലിയ തെറ്റാണ്. അതുപോലെ ഒരു തെറ്റാണ് അക്ലു റിബാ, പലിശ വാങ്ങുക, പലിശ തിന്നുക, പലിശയുമായി ബന്ധപ്പെടുക. ലഅനല്ലാഹു ആകില റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി. പലിശ വാങ്ങുന്നവൻ, എടുക്കുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, പലിശ ഏർപ്പാടുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ലഅനത്തിയാണ്. അതുകൊണ്ട് പലിശയിൽ നകന്ന് ജീവിക്കണേ മുസ്ലിമീങ്ങളെ. ചില ആളുകളുണ്ട്, എനിക്കൊരു ചെറിയ കച്ചവടം തുടങ്ങണം ഉസ്താദേ, അതിന് ഞാൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ വീട് കൊണ്ടുപോയി പണയം വെച്ച് പൈസ വാങ്ങി, എന്നിട്ടോ കച്ചവടത്തിൽ ഒരു ലാഭവും കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാ? നീ പലിശയുമായി ബന്ധപ്പെട്ടല്ലേ ഇത് തുടങ്ങുന്ന, എന്നെ ബറക്കത്ത് പോയില്ലേ? പിന്നെ എന്തായി ഉസ്താദേ? സംഗതി പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ വീട് ജപ്തിയിലാണ്, താമസിക്കാൻ വീട് നഷ്ടപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ എൻ്റെ കൈവശത്തിൽ അതാ വീട് ജപ്തിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് അയച്ച എത്രയോ ആളുകളുടെ വോയിസുകൾ എൻ്റെ കയ്യിലുണ്ട്. പറയട്ടെ, പലിശയുമായി ബന്ധപ്പെട്ടവന് രക്ഷപ്പെടാൻ കഴിയോ? ദുന്യാവും രക്ഷപ്പെടൂല, ആഖിറവും രക്ഷപ്പെടൂല. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. അല്ലാഹു തആല സദഖ കൊടുക്കുന്ന സ്വത്തിനെ വളർത്തിയെടുക്കും. പലിശ മുതലിനെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്നത് ഖുർആനല്ലേ. അതും വലിയ ഗുരുതരമായ സബഉൽ മുബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. അങ്ങനെയുള്ള തെറ്റുകളെ കൂട്ടത്തിൽ ഒരു തെറ്റാണ് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണുങ്ങളെ സംബന്ധിച്ച്, തെറ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ച് അതാ വ്യഭിചാരോപണം പറയുക, അത് വലിയ തെറ്റാണ്. ഞാൻ പറയട്ടെ, ചില ഭർത്താക്കന്മാരുണ്ട് സ്വന്തം ഭാര്യനെ പറ്റി സംശയ രോഗികളാണ്. പടച്ചവൻ ആ രോഗം മാറ്റിക്കൊടുക്കട്ടെ. പാടുണ്ടോ മോനെ? നിന്റെ സ്വന്തം ഭാര്യയെ നീ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? ആ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് നീ പറയാൻ പാടുണ്ടോ? ഒരു പക്ഷേ നീ പറയുന്നത് പുറത്താരോടുമല്ല, ആ ഭാര്യയോട് തന്നെയാ നീ പറയുന്നത് നിനക്ക് വേറൊരുത്തനുമായി ബന്ധമുണ്ട്. ആ പാപപ്പെട്ട പെണ്ണിന്റെ വേദന നിനക്കറിയോ? ഒരൊറ്റ പുരുഷനുമായും ഒരു ബന്ധവുമില്ലാത്ത ഒരു പാവപ്പെട്ട പെണ്ണിനോട് നീ ഭർത്താവാണെന്ന ഹുങ്ക് വെച്ചിട്ട് നിനക്ക് വേറെ ഒരാണുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സുരുകുകയാണ്, അവളെ കണ്ണിന്ന് വെള്ളം വരികയാണ്, നെഞ്ഞിടിക്കുകയാണ്. പൂർണ്ണ ഉത്തരവാദി നീയല്ലേ? ആ പെണ്ണിനെ വേദനിപ്പിച്ച നിന്നെ അല്ലാഹു വെറുതെ വിടുമോ? അങ്ങനെ ഒരു ഭാര്യയെ സംശയിക്കുന്ന പുരുഷനായിട്ട് ജീവിക്കരുത്. ഇതുപോലെ സ്ത്രീകളുണ്ട് ഭർത്താവിനെ സംശയിക്കുന്നവര്. നാദാപുരത്തിനടുത്ത് ഒരു മരിച്ച വീട്ടിൽ പോയി ദ്വാരെല്ലാം കഴിഞ്ഞ് കറക്കുമ്പോൾ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഒരു വയസ്സായ ഒരാളുണ്ട്, അയാളും ഭാര്യയും തമ്മിൽ തെറ്റാ, ഉസ്താദ് മസലായത്താക്കി തരുമെന്ന്. അങ്ങനെ ഞാൻ നോക്കും, പ്രായമുള്ള ഒരാൾ ഉപ്പാപ്പയാ, മറ്റു വലിയൊരു ഉമ്മാമയാ, ഇവർ തമ്മിൽ തെറ്റാ. ഞാൻ നല്ല ഉപദേശമൊക്കെ കൊടുത്ത് മസലായത്താക്കി ഇറങ്ങിപ്പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാദാപുരത്ത് വേളുണ്ട്. കൊല്ലത്തിൽ ഒരു 7 ദിവസം വേള് പറയും. ഇക്കൊല്ലത്തെ വേള് ജനുവരി 6 മുതൽ 12 വരെയാണ്. ഒരു ദിവസം വേണമെങ്കിൽ തുടങ്ങുന്ന ദിവസങ്ങളും വന്നോളി, കുഴപ്പമൊന്നുമില്ല. സൂറത്ത് നൂൻ വൽ ഖലം, ആ സൂറത്താണ് ഇക്കൊല്ലം സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ കൊല്ലം വേറെ സൂറത്തായിരുന്നു. ഓരോ കൊല്ലം ഓരോ സൂറത്താണ്.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ വയലിന് വന്ന കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ അവർ പിന്നെയും തെറ്റിപ്പോയി എന്നാണ്. ഈ മക്കളൊക്കെ ഉണ്ടാകും, വലിയ നല്ല വയസ്സുണ്ട്, എന്നെ കണക്കത്തിന് വയസ്സുണ്ട്, എനിക്ക് എൻ്റെ മക്കളൊക്കെ ഉണ്ട്, പിന്നെ അവരെന്ത് പറയാനാ. സുബ്ഹാനല്ലാഹ്. ഞാൻ അദ്ദേഹത്തോട് നാളെ വയലിന് വരണമെന്ന് പറഞ്ഞയച്ചു. കാരണം ആ പ്രായമുള്ള മനുഷ്യൻ വന്ന് വയലെല്ലാം കഴിഞ്ഞു, ഉസ്താദ് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ്, നിങ്ങളെ ഭാര്യയായിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അത് ഉസ്താദെ, ഞാൻ വീട്ടിൽ കറണ്ടില്ലാഞ്ഞിട്ട് ടോർച്ചിൽ കറണ്ട് കയറാൻ വേണ്ടി ഞാൻ ചാർജ് ചെയ്യാൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ടോർച്ച് കുത്തി ഉണ്ടോ, അത് കയറുന്നവരെ ഞാനവിടെ നിന്ന് അങ്ങനെ ചാർജെല്ലാം കയറിയവരെ ഞാൻ ആ ടോർച്ച് എടുത്ത് വന്ന് കയറിങ്ങി വരുമ്പം തന്നെ ഇവൾ എന്നോട് പറയാണ്, ഇത്ര നേരം നിങ്ങൾക്ക് അവിടെ നീ പണിയെന്ന് വെച്ചു. അപ്പൊ ഞാനൊരു തൊണ്ടെടുത്തൊരു ഏറ് കൊടുത്ത്. ഇങ്ങനെ ചില ഉമ്മാരുണ്ട്, ആണുങ്ങളെ സംശയിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അതും കടുത്ത തെറ്റാണ്. നിങ്ങളെ ഭാവി ജീവിതം നിങ്ങൾ തകർക്കുകയാണ്. അതുകൊണ്ടല്ലേ അള്ളാന്റെ ഖുർആൻ സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കാനാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനുജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കരുത്. ആരും തെറ്റിദ്ധരിക്കരുത്, നല്ലതേ ധരിക്കാവൂ. വയലിന് ഏൽപ്പിച്ച മുസ്ലിയാർ വന്നില്ല, അങ്ങനെ വരാണ്ടിരിക്കാൻ പാടില്ല. വരണോ, വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ. മുസ്ലിയാർ ആദ്യം പിന്നെ വാക്ക് ലംഘിച്ചിട്ടാ വയലു പറയുന്നത്. വരണം, പക്ഷേ വന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ വരാഞ്ഞേ? അയാൾക്ക് പനി പിടിച്ച് പറിച്ചുപോയി, അയാൾക്ക് വരാനാവോ? അപ്പൊ പിന്നെ വയലിന് വന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോ ചില ആൾക്കാർ പറയാണ്ട്, മൊയിലിയാർ പനിച്ചതൊക്കെ വെറുതെ പറയായിരിക്കും, വേറെ കൂടുതൽ പൈസ കിട്ടുന്ന സ്ഥലം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനൊക്കെ ഇല്ലേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലർ. നിങ്ങളിവിടെ ഒന്നും അങ്ങനത്തെ ദുഷ്ട മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ സഹോദരന്മാരെ, ഒരാളെയും തെറ്റിദ്ധരിക്കരുത്. വയല് പറയാൻ വേണ്ടി വന്ന മുസ്ലിയാർ സ്റ്റേജ് കയറി നോക്കുമ്പോൾ ആള് വളരെ കുറഞ്ഞ ആളേ ഉള്ളൂ. മുസ്ലിയാരങ്ങ് ചൂടായി, ഇത്രയും അധ്വാനിച്ച് ഞാൻ ദൂരേത് വന്നിട്ട് എന്തേ ആളില്ലാത്തത്? സുബ്ഹാനല്ലാഹ്. വാസ്തവത്തിൽ മൊയ്ലിയാരോട് സംഘാടകരാ ചൂടാകേണ്ടത്. കാരണം നിങ്ങൾ വരുന്നതിന് നോട്ടീസ് ഇറക്കിയിട്ട് ആളെത്തിയില്ലേ, ഉത്തരവാദി നിങ്ങളല്ലേ, ഞങ്ങളല്ലല്ലോ. മുസ്ലിയാരോട് തിരിച്ചല്ലേ ചൂടാകേണ്ടത്. പക്ഷെ ഈ മുസ്ലിയാർ ചൂടാകുകയാണ്. അതേ, ഇവര് പ്രചരിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആള് കുറഞ്ഞതിന് ചിലപ്പോൾ മഴ ചാറിയത് കാരണമാകാം, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചത് കാരണമാകാം, പല കാരണങ്ങളാകാം. അപ്പൊ മുസ്ലിയാർ എന്താ വേണ്ടത്? അതിൽ വന്ന മുസ്ലിയാർ സംഘാടകരെ സമാധാനിപ്പിക്കണം. അദ്ദേഹം പ്രസംഗത്തിൽ പറയേണ്ടത് എന്താണെന്നറിയോ? ഇത്ര ആള് തന്നെ മഴ പെയ്ത ദിവസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വന്നു നോക്കുമ്പോൾ ഒരൊത്താളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. സംഘാടകർക്ക് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, വന്നവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലേ പിറ്റത്തെ കൊല്ലവും ഒരു ബയല് സംഘടിപ്പിക്കണമെന്ന് ആ സംഘാടകർക്ക് തോന്നും. ഇല്ലെങ്കിൽ അതാ മുസ്ലിയാരെ മുക്രിക്കാരന്റെ മുഖം കണ്ടാൽ പള്ളി പോകാനേ തോന്നൂന്ന് പറഞ്ഞ മാതിരി ഈ മുസ്ലിയാരുടെ ദുഷിച്ച സ്വഭാവം കണ്ടാൽ സുബ്ഹാനല്ലാഹ് പിന്നെ ദീനീ പ്രവർത്തനത്തിന് ആളെ കിട്ടുമോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ആരുമാരെയും തെറ്റിദ്ധരിക്കരുത് എന്ന് ഖുർആൻ. വലാ തജസ്സസു, ചുഴന്നന്വേഷിക്കാൻ പാടില്ല. ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട്, ഉസ്താദേ, എന്റെ ഭർത്താവിന് ഏതോ ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാവുന്ന ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. എന്നോട് ആരാ പറഞ്ഞ്? അതെനിക്ക് ഉറപ്പാ. എങ്ങനെ ഉറപ്പായത് എനിക്ക് നേരത്തെ സംശയമുള്ള ഒരു പെണ്ണുണ്ട്. എന്നിട്ട് ഒരു ദിവസം പുലച്ചക്ക് രാത്രി 12 മണിക്ക് ശേഷം ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചു നോക്കുമ്പോ ഭർത്താവ് എൻഗേജിൽ കണ്ടപ്പോ ഞാൻ ഉടനെ ഫോൺ കട്ടാക്കിയിട്ട് ഞാൻ സംശയിക്കുന്ന സ്ത്രീനെയും വിളിച്ചു നോക്കുമ്പോ അവളും എൻഗേജിലാ. അപ്പൊ എനിക്ക് ഉറപ്പായി. ഇങ്ങനെയൊക്കെ ഒരു ധാരണ വെച്ച് പുലർത്തൽ ശറഇൽ ജായിസാകുമോ? പടച്ചവൻ പൊരുത്തപ്പെടുമോ? പാടില്ല കേട്ടോ. ഖുർആൻ വിരോധിച്ചതാണ്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ. ആരുമാരെയും കുറ്റം പറയാൻ പാടില്ല. നമ്മൾക്ക് അല്ലാഹു പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون.
വിവരമില്ലാത്തവരുടെ തടീച്ചക്ക് വഴിപ്പെട്ടല്ല ജീവിക്കേണ്ടത്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആ നിയമങ്ങൾ ഓരോന്നോരോന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? എന്നാൽ സഹോദരീ സഹോദരന്മാരെ, തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുകയും ചെയ്യരുത്. തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അന്യപുരുഷന്റെ നമ്പർ എന്തിനാ നമ്മളെ ഫോണില്? അന്യ സ്ത്രീയുടെ നമ്പർ എന്തിനാ നമ്മളെ ഫോണില്? ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്തത് കൊണ്ട് നടക്കരുത്. തെറ്റിദ്ധാരണക്ക് വഴിവെക്കരുത്. ഒന്നുകൂടി പറയട്ടെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യ സഫിയ ബീവിയോട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നു. രണ്ടാളുകൾ അതിലൂടെ നടന്നു പോകുന്നു. അവരത് കണ്ടപ്പോൾ സ്പീഡ് കൂട്ടി പോവുകയാണ്. നബി തങ്ങൾ അവരെ വിളിക്കുകയാണ്, അങ്ങനെ പോകല്ല, ഹാദിഹി സഫിയ, ഇതെന്റെ ഭാര്യ സഫിയാണ് കേട്ടോ. അവർ ചോദിക്കുന്നു, നബിയെ തങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കോ? നബി തങ്ങൾ പറയുന്നത്, അശ്ശൈത്വാനു യജ്രി മജ്റദ്ദമി, രക്തം നടക്കുന്ന സ്ഥലത്തെല്ലാം ശൈത്താൻ നടക്കും. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ തെറ്റിദ്ധരിക്കൂലെങ്കിലും പിൽക്കാലത്തുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകരുത്. അഥവാ ഉണ്ടായാൽ അത് തിരുത്താൻ ശ്രമിക്കണമെന്നത് പഠിപ്പിക്കുകയാണ്. എന്റെ സ്വന്തം മകന്റെ കയ്യും പിടിച്ച് ഞാൻ ആശുപത്രിയിൽ പോവുകയാണ്. എന്റെ മോന്, അതെ ഞാനൊരു ഉദാഹരണം പറയാണ്, എന്റെ ചെറിയ മോന് താടി മുളച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു മകനാണ്, അല്ലേ എന്റെ മകന്റെ മകനാണ്. നല്ല സുന്ദരനായ കുട്ടിയാണ്. ആ കുട്ടിയുടെ കയ്യും പിടിച്ച് മുസ്ലിയാരായ ഞാനിങ്ങനെ പോകുമ്പോ പുറത്തുള്ളവർക്കൊരു ധാരണയുണ്ടാകും, അതാ കൂടെ പഠിക്കുന്ന മുതഅല്ലിമായ ആ താടി മുളക്കാത്ത ഭംഗിയുള്ള കുട്ടിയുടെ കയ്യും പിടിച്ചാണ് ഉസ്താദ് പോകുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ടാകും. അത് എന്നെ സംബന്ധിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ എന്ത് വേണം, എൻ്റെ മകന്റെ കയ്യും പിടിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പോ ആരെങ്കിലും കണ്ടാ പറയണം, ഇതെന്റെ മോന്റെ മോനാണ്, ഇതെന്റെ മകനാണ് എന്നങ്ങ് പറഞ്ഞേക്കണം. തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടാക്കാൻ പാടില്ല. തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണം. സുബ്ഹാനല്ലാഹ്. ഞാൻ പലപ്പോഴും സിറാജുൽ ഹുദയിലെ ഉസ്താദുമാരോട് പറയാറുണ്ട്, നിങ്ങളുടെ അടുക്കൽ പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ടാകും, ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കൾ, അതുപോലെ ഇൽമു പഠിക്കുന്ന മക്കൾ, ആ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള കുട്ടികളുണ്ടാകും. അത്തരം കുട്ടികൾ അതാ ഉസ്താദിന്റെ റൂമിലേക്ക് കടന്നു വന്ന് വല്ല സംശയവും ചോദിക്കുകയാണെങ്കിൽ 2 കുട്ടികൾ ഒന്നായി വരണം. ഒറ്റ കുട്ടി മാത്രം ഉസ്താദിന്റെ റൂമിലേക്ക് വരാൻ പാടില്ല. കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്, ഉസ്താദുമാരോട് പറയാറുണ്ട്, വാതിൽ തുറന്നു വെച്ചിട്ടല്ലാതെ അത്തരം മുതഅല്ലിമീങ്ങളോട് സംസാരിക്കാൻ പാടില്ല. വാതിൽ അടച്ചു വെച്ച് കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല. ഇത്തഖൂ മവാദിയത്തുഹം, തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണം. വളരെ ശ്രദ്ധിച്ചുകൊണ്ടാകണം ഏത് വിഷയവും കൈകാര്യം ചെയ്യുന്നത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങട്ടെ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമല്ലേ പറഞ്ഞത്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അതാ രഹസ്യാവയവത്തിന്റെ അടുത്ത് കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈ ഒട്ടിപ്പിടിച്ചു പോയപ്പോ എന്ത് ചെയ്യണമെന്നറിയാത്ത ജനങ്ങൾ മാലിക് ഇമാം തങ്ങളോട് വന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ അത്ഭുതകരമായ മറുപടിയാണ്. ആ മയ്യിത്ത് കുളിപ്പിക്കുന്ന പെണ്ണ് കുളിപ്പിക്കപ്പെടുന്ന മയ്യിത്തിനെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ പോയത് അന്വേഷിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ വ്യഭിചാരാരോപണം എന്ന തെറ്റിന് ദുന്യാവിൽ വെച്ച് ഇസ്ലാമിക കോടതി കൊടുക്കേണ്ട ശിക്ഷയുണ്ട്. അതെന്താണത്? 80 അടിയാണ്. സുബ്ഹാനല്ലാഹ്. 80 അടിയടിക്കണം വ്യഭിചാരാരോപണം പറഞ്ഞവനെ. അത് സ്വന്തം ഭർത്താവാണെങ്കിൽ ഭർത്താവിനെ കോടതി 80 അടിയടിച്ച് ശിക്ഷിക്കണം. ഭാര്യയാണെങ്കിൽ ഭാര്യയെ 80 അടിയടിച്ച് ശിക്ഷിക്കണം. കുടുംബത്തിൽപ്പെട്ടവരോ പുറത്തുള്ളവരോ ആണോ,
വ്യഭിചാരാരോപണം പറഞ്ഞവന് 80 ജിൽദാ, ഖുർആനാണ് 80 അടിയടിക്കണം. എന്നാൽ വേറെ ഒരാളും കൂടി പറഞ്ഞാലോ അവനെയും 80 അടിയടിക്കണം. ഉസ്താദേ, സംഗതി രണ്ടാളും കണ്ടതാണെങ്കിൽ തന്നെ 80 അടിയടിക്കണം. കണ്ടതൊക്കെ പറയാൻ ഇവനാരാ ഏൽപ്പിച്ചത്? കണ്ടത് പറഞ്ഞാൽ തന്നെ 80 അടിയടിക്കണം. രണ്ടാമതൊരാളും കൂടി പറഞ്ഞാലോ അവനെയും 80 അടിയടിക്കണം. മൂന്നാമുള്ള ഒരാളും കൂടി കണ്ടിട്ട് പറഞ്ഞാലോ അവനെയും 80 അടിയടിക്കണം. ആകയാൽ 240 അടിയാണ്. വ്യഭിചാരാരോപണം പറഞ്ഞവന് ഇസ്ലാമിക കോടതി ശിക്ഷിക്കുന്നത് 240 അടിയാണ്. മൂന്നാൾക്ക് ഇനി ആ ശിക്ഷ ഒഴിവായി കിട്ടണമെങ്കിൽ 4 ആള് പറയണം. 4 ആള് പറഞ്ഞാൽ പിന്നെ അടിക്കൂല. പക്ഷെ എങ്ങനെ പറയണോന്നറിയോ? അതാ അവൻ അതിലങ്ങ് കേറിപ്പോകുന്നത് കണ്ടു, ഇപ്പുറത്തുകൂടി അവളും കേറിപ്പോകുന്നത് കണ്ടു എന്നൊന്നും പറഞ്ഞാ പോരാ. പിന്നെ എങ്ങനെ പറയണം? ബക്കറ്റും കയറും കിണറ്റിലേക്ക് ഇറങ്ങുന്നത് പോലെ അതാ അവളും അവനും തമ്മിലുള്ള ലൈംഗികാവയവം പരസ്പരം ബന്ധപ്പെടുന്നത് ബക്കറ്റും കയറും കിണറ്റിലിറങ്ങും പോലെ കണ്ടു എന്ന് പറയണം. അങ്ങനെ കാണുന്ന നിലക്ക് ആരെങ്കിലും ആ പണിയെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അങ്ങനെ 4 ആള് സാക്ഷി പറഞ്ഞിട്ട് ലോകത്തിന്നേ വരെ ഒരൊറ്റ വ്യഭിചാരിയെയും എറിഞ്ഞുകൊന്ന ചരിത്രമില്ല കേട്ടോ. ചിലർ പറയും ഇസ്ലാമിൽ കടുത്ത ശിക്ഷയായി പോയി, വ്യഭിചാരിനെ എറിഞ്ഞുകൊല്ലുക. അങ്ങനെ സാക്ഷി പറഞ്ഞിട്ട് ഇന്നേ വരെ ഓരോറ്റ വ്യഭിചാരിനെ എറിഞ്ഞു കൊന്നില്ല. കാരണം അങ്ങനെ ആരും അപ്പണി എടുക്കൂല. ഇനി ഒരാള് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ ആളുകളെ മുമ്പിൽ പരസ്യമായിട്ട് ചെയ്യുന്നതാണെ പിന്നെ അവനെ എറിഞ്ഞു കൊന്നാ മതിയോ? അങ്ങനത്തെ ഒരുത്തനാണെങ്കിൽ അവന്റെ നാശം ചെറുതാ. അതുകൊണ്ട് ഇസ്ലാമിക കോടതി നിയമമുള്ള സ്ഥലത്ത് ഇസ്ലാമിക കോടതി അത് വിധിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചേ വിധിക്കാൻ പാടുള്ളൂ, ചെയ്യാനും പറ്റുള്ളൂ. അത് വേറെ നിയമം. ഓ സഹോദരന്മാരെ, ഏതായിരുന്നാലും മാലിക് ഇമാം തങ്ങൾ പറയാണ്, അവള് വ്യഭിചാരം ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ 80 അടി അടിക്കണം. എന്നാൽ ആ കയ്യിന്റെ വിരല് തെറിച്ചു വരും. മയ്യത്തിന്റെ ഹക്കാണത്, മയ്യത്തിന്റെ അവകാശമാണത്. അത് കൊടുക്കാതെ മയ്യത്ത് വിടൂല. എല്ലാ മയ്യത്തും ഒരുപോലെയല്ല. അല്ലാഹുവിന്റെ മഹാന്മാരായ ചില ആളുകളുണ്ട്, മഹദികളുണ്ട്. അവർക്ക് മരണശേഷവും കറാമത്തുണ്ട്. മരണശേഷവും അവർക്ക് ചില കഴിവുകൾ റബ്ബ് കൊടുക്കുന്നുണ്ട്. നാട്ടുകാര് പോയി ആ പെണ്ണിനെ വിളിച്ച് ചോദിച്ചു, അല്ല നീ ആ മയ്യത്തിനെ സംബന്ധിച്ച് വിചാരാരോപണം പറഞ്ഞിരുന്നോ? അപ്പോളവള് പറഞ്ഞു, അത് ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ രഹസ്യാവയവങ്ങളുടെ സമീപം കഴുകി വൃത്തിയാക്കുമ്പോ ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഈ സ്ഥലം കൊണ്ട് ഇവളെത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെയാണ് എൻ്റെ കയ്യിൻ്റെ വിരലെവിടെ ഒട്ടിപ്പിടിച്ചു പോയത്. സുബ്ഹാനല്ലാഹ്, 80 അടി പാസാക്കുന്നു ആ പെണ്ണിനെ. 80ാമത്തെ അടിയോടെ കയ്യിന്റെ വിരല് തെറിച്ചു വരുന്നു. അതാണ് കേട്ടോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ചേരാനാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഭരണാധികാരിയുടെ റെക്കമെൻഡ് ലെറ്ററുമായി വന്നിട്ട് ലെറ്റർ കൊടുത്തത്. അത് കിട്ടിയപ്പോൾ ഭരണാധികാരി ഏതായാലും പോകാമെന്ന നിലക്ക് ഇറങ്ങി. ശാഫി ഇമാം തങ്ങളെയും കൊണ്ട് ഇറങ്ങി. അതാ മാലിക് ഇമാമിന്റെ വീട്ടിന്റെ മുറ്റത്തെത്തി. വാതിലിന് മുട്ടിയപ്പോൾ ഒരടിമ സ്ത്രീ ഇറങ്ങി വന്നു. വന്നിട്ട് പറഞ്ഞു, ആരാണ്? അത് ഞാൻ ഇവിടുത്തെ മക്കയിലെ മദീനയിലെ ഭരണാധികാരിയാണ്. അതെ, എനിക്കൊന്ന് കാണണം. അതാ ആ സ്ത്രീ പോയിട്ട് മടങ്ങി വന്നിട്ട് പറയാണ്, സാധാരണ ഉസ്താദ് വരുന്നൊരു സമയമുണ്ട്, അതുവരെ കാത്തിരിക്കേണ്ടി വരും. ഭരണാധികാരി പറഞ്ഞു, എന്റെ ആവശ്യത്തിനല്ല, ഒരു മുതഅല്ലിമ് വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന്. ആ മുതഅല്ലിമിന്റെ വിഷയം സംസാരിക്കാൻ മക്കയിലെ ഭരണാധികാരിയുടെ ഒരു എഴുത്തുമുണ്ട്. അതുകൊണ്ടൊന്ന് നന്നായിരുന്നു കണ്ടാൽ. സുബ്ഹാനല്ലാഹ്, ഒരു വലിയ കസേരയും എടുത്താണ് പിന്നെ ആ അടിമപ്പെണ്ണ് വരുന്നത്.
ആ കസേര അവിടെ കൊണ്ടുപോയിട്ടു അല്പം കഴിയുമ്പോഴതാ നല്ല നീളക്കുപ്പായം ധരിച്ച, നല്ല തലേ കെട്ടുകെട്ടിയ, നല്ല താടിയുള്ള വല്ലാത്ത ഹൈബത്തുള്ളൊരു പണ്ഡിതൻ ഇറങ്ങി വരുന്നു. അവിടെ കസേരയിലിരിക്കുന്നു. വന്ന കാര്യം ചോദിക്കുന്നു. ഭരണാധികാരി വിഷയം പറഞ്ഞുകൊണ്ട് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അതാ മക്കയിലെ ഭരണാധികാരി എഴുതി കൊടുത്ത കത്ത് കൈമാറുന്നു. ആ കത്തിലുണ്ട് വല്ലാത്ത ബുദ്ധിമാനായ പണ്ഡിതൻ, ചെറുപ്പക്കാരനാണ്, വല്ലാത്ത ഗ്രാഹ്യശക്തിയാണ്, വല്ലാത്ത മനപ്പാടമാക്കാനുള്ള കഴിവാണ്. അങ്ങനെ ഒരുപാട് ബഹുമാനങ്ങൾ ആ ചെറുപ്പക്കാരനായ കുട്ടിയെ സംബന്ധിച്ച് കത്തിലുണ്ട്. അതിങ്ങനെ വായിച്ചപ്പോ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സാറ ഇൽമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുത്ലബു ബിൽ വസായിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ് അതിങ്ങനെ അതാ റെക്കമെൻഡ് ചെയ്ത് തേടുന്ന കാലം വന്നല്ലോ. ആലിമീങ്ങൾ ചുരുങ്ങിപ്പോയല്ലോ. സുഹൃത്തുക്കളെ, ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അതാ അവിടുന്ന് പറഞ്ഞു, മോനെ, നാളെ മുതൽക്ക് എൻ്റെ കിതാബുൽ മുവത്ത എന്ന് പറയുന്ന കിതാബ് ദർസിൽ വന്ന് ചേർന്നോ. അപ്പോൾ വന്ന മക്കയിൽ നിന്ന് വന്ന ശാഫി ഇമാമാകുന്ന കുട്ടിയുടെ മറുപടി, അത് തീർത്തും മനപ്പാടമാക്കിയിട്ടാണ് ഉസ്താദേ ഞാൻ മദീനയിലേക്ക് വന്നത്. സുബ്ഹാനല്ലാഹ്. മാലിക് ഇമാം പറഞ്ഞു, എന്നാലും എൻ്റെ ദർസിൽ പങ്കെടുത്തോ. ശാഫി ഇമാം തങ്ങൾ പറയുന്നു, ഓരോ ദിവസവും ഞാൻ മാലിക് ഇമാമിൻ്റെ ദർസിൽ പങ്കെടുക്കുമ്പോൾ മനപ്പാടമാക്കിയ കിതാബാണെങ്കിലും എല്ലാ ദിവസവും എനിക്ക് ഇൽമ് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു. മുതഅല്ലിമീങ്ങളെ, പഠിച്ച കിതാബ് തന്നെ പിന്നെയും പിന്നെയും നോക്കണം, പിന്നെയും പിന്നെയും ഓതി നോക്കണം. കിട്ടാത്ത സ്ഥലങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ച് ഗ്രഹിക്കണം. ഇൽമ് കൊണ്ടുള്ള മധുരം നമുക്കൊരിക്കലും തന്നെ ആ ഇൽമിന്റെ മധുരം നഷ്ടപ്പെട്ടുകൂടാ. പഠനത്തിൽ മുഴുകിയിട്ട് മുതഅല്ലിമീങ്ങൾ ജീവിക്കണം. അല്ലാഹുവിന്റെ ദീന് പഠിച്ച നല്ല പ്രഗത്ഭരായ ആലിമീങ്ങൾ ഉണ്ടാകണം.